ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന കമ്പനി ബോർഡ് LGS വിജ്ഞാപനം 2025 അവസാനത്തോടുകൂടി വരാൻ പോകുകയാണ്. സോ കമ്പനി ബോർഡ് LGS തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. പറഞ്ഞു ടൈപ്പിസ്റ്റ് എക്സാമിങ് അടുത്തെത്താറായി അല്ലേ? ഒക്ടോബർ 22-നാണ് ടൈപ്പിസ്റ്റ് എക്സാം. എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പൊ പഠനമൊക്കെ എവിടെ വരെ എത്തി? നല്ല തകൃതിയായിട്ട് പഠിക്കുന്നുണ്ടല്ലേ? പഠിച്ചതൊക്കെ മറന്നു പോവാണ്, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, ഇതുവരെ തുടങ്ങിയിട്ടേ ഇല്ല. ഇനി എന്തൊക്കെയാ പഠിക്കേണ്ടത്, ഏതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, ഇങ്ങനെ കുറേ ഡൗട്ടും കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ ഒട്ടും ഡൗട്ട് വേണ്ട. ടൈപ്പിസ്റ്റിന് മലയാളത്തിൽ നിന്ന് എത്ര മാർക്കുണ്ട്? 20 മാർക്കുണ്ട് അല്ലേ? ഈ 20 മാർക്കിന് നമുക്ക് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കാനും ഉണ്ട്. മറ്റുള്ള PSC പരീക്ഷകൾ പോലെ തന്നെയാണ് പദശുദ്ധി, ഒറ്റപദം, വിപരീതം, പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, സമാനപദം, ഇതൊക്കെ തന്നെയാണ് മലയാളത്തിലും വരുന്നതെങ്കിലും അതിന്റെ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. 20 മാർക്കാണ് മലയാളം എന്നറിയാലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് മലയാളത്തിലെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇനിയും നമ്മുടെ മുമ്പിൽ ദിവസങ്ങളില്ലേ? ഈ ദിവസങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു പ്ലാനോട് കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താം. അപ്പൊ ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, കുറച്ച് ചോദ്യത്തെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഠിനം എന്ന പദത്തിന്റെ വിപരീതമായി വരാവുന്നത് ഏതാ? ഇതിലെ കഠിനം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് നോക്കി. ലളിതം, മൃദു, കർക്കശം, ദൃഢം. ഇതില് 1ഉം 2ഉം ശരിയാന്ന് പറയുന്നുണ്ട്, 3, 4 ശരിയാന്ന് പറയുന്നുണ്ട്, 4 മാത്രാന്ന് പറയുന്നുണ്ട്, എല്ലാം ശരിയാന്ന് പറയുന്നുണ്ട്. ഏതാ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? അതായത് കഠിനമാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? കഠിനം എന്ന് പറയുമ്പോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. 1ഉം 2ഉം ശരിയാണ് അല്ലെ? കഠിനമായത് ലളിതമാണ്, മൃദുവാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ശരിക്കും ലളിതം എന്ന് പറയുന്നതിന്റെ വിപരീതമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? സങ്കീർണമാണ് അല്ലെ? സങ്കീർണമാണ് എന്ത്? ലളിതത്തിന്റെ വിപരീതമായിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കഠിനം എന്ന് പറയുമ്പോൾ ലളിതവും മൃദുവും ഉത്തരമായിട്ട് കണക്കാക്കാം അല്ലെ? ദൃഢം എന്ന് പറഞ്ഞ എന്താ? ഉറച്ചത് അല്ലെ? ഉറച്ചത്. ഇതിന്റെ വിപരീതമാണെങ്കിലോ ശിഥിലം എന്ന് നമുക്ക് പറയാം. ദൃഢം, ശിഥിലം. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. 2 ഉത്തരം വരും എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യം അല്ലേ? കുട്ടിത്വം, ക്രീഡ, കാഠിന്യം, കണ്ടുപിടുത്തം. നമ്മൾ ക്ലാസ്സിനകത്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയേ, 1, 4 ശരിയാന്ന് പറയുന്നു, B എല്ലാം ശരിയാന്ന് പറയുന്നുണ്ട്, 2, 3 എന്നിവ ശരിയാന്ന് പറയുന്നു, എല്ലാം തെറ്റാന്നും പറയുന്നു. ഇതെന്താ? കുട്ടിത്വം. നിനക്ക് ഇതുവരെ കുട്ടിത്വം മാറിയിട്ടില്ല എന്ന് നമ്മൾ പറയോ? ഇല്ല അല്ലെ? അപ്പൊ ഇത് തെറ്റാണ്. കുട്ടിത്വമല്ല, കുട്ടിത്തമാണ്. ഇനി അടുത്തതോ? ക്രീഡ. ക്രീഡ എന്ന് പറഞ്ഞ എന്താർത്ഥം? ഗെയിമുകള്, കളി, സ്പോർട്സ്, ഇതൊക്കെയാണ് ക്രീഡ എന്ന് പറഞ്ഞ അർത്ഥം കേട്ടോ. ഇത് കറക്റ്റ് ആണ്. ഇനി ഈ ഡാക്കാരും ഇങ്ങനത്തെ ചൊറച്ചിനൊന്നും ഇട്ട് കൊടുക്കാൻ പോണ്ട. ക്രീഡ ഇത്രേ ഉള്ളൂ. അടുത്തതോ? കാഠിന്യം. കാഠിന്യം കണ്ടോ? കാഠിന്യം കറക്റ്റ് ആണ്. ഇനിയോ? കണ്ടുപിടുത്തം എന്ന് പറയോ? കണ്ടുപിടിത്തമാണ് അല്ലെ? കണ്ടുപിടിത്തം. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ 2, 3 ശരി വരുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്. സിമ്പിൾ അല്ലേ? നമ്മളെ കേട്ടും കണ്ടും ഒക്കെ പരിചയമുള്ള പദങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ് ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. പക്ഷെ നമ്മള് ഗൃഹി ആയിരുന്നില്ല, ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതായിരുന്നു? ഗൃഹിണിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? ഗൃഹിണി, ഗൃഹ്യ, ഗൃഹിക, ഗൃഹീത.
ഞാനിപ്പോ ചോദ്യം ചോദിച്ചപ്പോ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയെങ്കിൽ പഠിച്ചു വെച്ചോ. ഗൃഹി എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ്? ഗൃഹിണി തന്നെയാണ്. അപ്പൊ ഗൃഹസ്ഥൻ, ഗൃഹി എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ്? ഗൃഹിണി തന്നെയാണ്. ഒന്ന് മാത്രം കറക്റ്റ്. അപ്പൊ ഗൃഹി, ഗൃഹികൻ, ഗൃഹസ്ഥൻ ഈ മൂന്നിന്റെയും എതിർലിംഗം സ്ത്രീലിംഗം ചോദിച്ചാൽ ഒറ്റ ഉത്തരയിലോട്ടോ, ഗൃഹിണി. അപ്പൊ ഒരു തവണ പരീക്ഷയ്ക്ക് ഗൃഹി ചോദിച്ചിട്ടുണ്ട്, ഒരു തവണ ഗൃഹസ്ഥനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗൃഹി, ഗൃഹികൻ, ഗൃഹസ്ഥൻ ഈ മൂന്നിന്റെയും സ്ത്രീലിംഗമായിട്ട് വരുന്നത് എന്താണ്? ഗൃഹിണിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിലെ ഘടകപദം ഏത്? നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഗതി, ദ്യോതകം, ഘടകം, വ്യാക്ഷേപകം, കേവലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ്സിനകത്ത് എടുത്തതാണ് അല്ലെ? ഏതാ ഉത്തരം? കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല എന്നതിലെ ഘടകപദം. കാറ്റ്, എങ്കിലും, പൊഴിഞ്ഞില്ല, വീശി, ഒന്ന് മാത്രം, രണ്ട് മാത്രം, എല്ലാം ശരി എന്നിവ. അപ്പൊ ഈ ഘടകപദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? എന്താ ഈ ഘടകപദം? രണ്ട് പദങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു പ്രത്യയം, അല്ലെങ്കിൽ രണ്ട് പദത്തെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന പദത്തെ നമുക്ക് എന്ത് പറയാം? ഘടകപദം എന്ന് പറയാം അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും ചേർത്ത് നിർത്താൻ ഉപയോഗിക്കുന്ന പ്രത്യയം, രണ്ട് പദത്തെ ചേർത്ത് നിർത്താൻ ഉപയോഗിക്കുന്ന പ്രത്യയം നിബാധം, ഘടകം എന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രത്യയം എപ്പോഴും എന്താണ്? ഉമ്മാണ് അല്ലെ? ദ്യോതകം കേൾക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദത്തോട് ചേർന്ന് നിന്നാൽ മാത്രം അർത്ഥം തരുന്നത് ദ്യോതകമാണെന്നും ഈ ദ്യോതകത്തെ തന്നെ നാലായിട്ട് തിരിച്ചിട്ടുണ്ടെന്നും നമ്മൾ പറഞ്ഞു. ഗതി, ഘടകം, വ്യാക്ഷേപകം, കേവലം അല്ലെ? കേവലം. ഗതി എന്ന് പറഞ്ഞാൽ പറ്റി, നിന്ന്, എന്ന് കുറിച്ച് വരേക്കാൾ തുടങ്ങിയ ശബ്ദങ്ങളും, ഘടകമാണെങ്കിൽ രണ്ട് പദങ്ങളെ ചേർത്ത് നിർത്തുന്ന ഉമ്മാണെന്നും, വ്യാക്ഷേപകമാണെങ്കിൽ ഈ ഒരു ചിഹ്നത്തിൽ വരുന്നത് അല്ലെ, നമ്മുടെ വികാരങ്ങളെ അവതരിപ്പിക്കുന്നതാണെന്നും, കേവലം ഓ തന്നെ പ്രത്യയങ്ങളാണ് എന്നും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല എന്നതില് എവിടെയാണ് ഘടകപദം? എങ്കിലും എന്ന് പറയുന്നതാണ് ഘടകപദം. സോ ആൻസർ എന്താണ് വരുന്നത്? രണ്ടാണ്. അപ്പൊ രണ്ട് മാത്രാണ് ശരി. ഓക്കെ, സിമ്പിൾ ആണ്. പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അതുപോലെ അടുത്തൊന്ന് നോക്കിയേ. പ്രശാന്തം എന്നതിന്റെ വിപരീത പദം ഏത്? പ്രശാന്ത സുന്ദരമാണ് എന്ന് പറഞ്ഞെന്താ? വളരെ സമാധാനം, വളരെ ശാന്തം അല്ലെ? അപ്പൊ അതിന്റെ തീവ്രമായ ഭാവം എന്തായിരിക്കും? പ്രക്ഷുബ്ധം അല്ലെ? പ്രക്ഷുബ്ധമാണ്, തീവ്രമാണ്, കടൽ പ്രക്ഷുബ്ധ അവസ്ഥയിലാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പ്രശാന്തം, പ്രക്ഷുബ്ധം. ഓക്കെ, then next question അല്ലെ? കൊടുത്തു, അധികം, ഇല്ല. ചേർത്തെഴുതിയതിൽ ശരിയായതേത്? പിരിച്ചെഴുത്ത് എന്ന് പറയുമ്പോ അവിടെ പിരിച്ചെഴുത്ത് മാത്രാണോ? അല്ല, സന്ധി എന്ന് പറയുന്ന ടോപ്പിക് കൂടി അവിടത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ കൊടുത്തു, അധികം, ഇല്ല എന്ന് ചേർത്തെഴുതിയാൽ കൊടുത്തില്ല എന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? കൊടുത്തു, ഇല്ല വരുമോ? ഇല്ല, കൊടുത്തില്ല ആണ് ആൻസർ. അപ്പൊ ഇതും വരില്ല, ഇതും വരില്ല അല്ലെ? അപ്പൊ ആൻസർ എന്താണ്? കൊടുത്തില്ല. ഇങ്ങനെ കൊടുത്തില്ല എന്ന് വരുമ്പോ ഇതേത് സന്ധിയാണ് എന്ന് ചോദിക്കുമ്പോഴും സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ. ഇതേത് സന്ധിയാ? എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കൊടുത്തു എന്ന് പറയുമ്പോ ഇവിടെ ത് പ്ലസ് ഊ ആണ് ഉള്ളത്. ഇവിടെ ഈ ഉണ്ട് അല്ലെ? ചേർത്തെഴുതുന്ന സമയത്ത് ഊ എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? കാണാൻ പറ്റുന്നുണ്ടോ? കൊടുത്തു എന്ന് പറയുന്ന ഊ ശബ്ദം ഇവിടെ കാണുന്നില്ല. അപ്പൊ ഈ ഊ ലോപിച്ചു പോയി, ഇല്ലാതായി പോയി. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ലോപസന്ധിയാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇങ്ങനെ പിരിച്ചെഴുതിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലേ? വിട്ടേക്ക്. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി നോക്കിയേ. കോ 1, ഡു 2, തു 3, ഈ 4, ഇല്ല 5. എത്ര പദങ്ങളുണ്ട്? 5 അക്ഷരങ്ങൾ ഈ പദത്തിലുണ്ട് ഇല്ലേ? ഇനി ചേർത്തെഴുത്ത് നിങ്ങൾ നോക്കിക്കേ. കൊടുത്തില്ല. കോ 1, ഡു 2, തി 3,
ല 4. അപ്പൊ എന്ത് സംഭവിച്ചു? ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും കൂടി എണ്ണി നോക്കുമ്പോ പിരിച്ചെഴുത്തിനേക്കാളും 1 കുറവായിരിക്കും ചേർത്തെഴുത്തില്. ഇതാണ് എന്ത്? ലോപസന്ധി. സിമ്പിൾ അല്ലേ? ലോപസന്ധി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Then next question. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനം ഏത്? ബഹുവചനം, വചനം എന്ന് പറയുന്ന ടോപ്പിക് ഇല്ലാതെ ഒരു ടൈപ്പിസ്റ്റ് പരീക്ഷയും ഇല്ല, ഒരു PSC പരീക്ഷയും ഇല്ല അല്ലെ. വചനം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം അല്ലെ. ഒരു വസ്തു ഒന്നാണോ അതിലധികമാണോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം. ഈ വചനം എത്ര തരത്തിലുണ്ട്? ഒന്ന് ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. ഈ ബഹുവചനം തന്നെ 3 രീതിയിലുണ്ട്. ഏതൊക്കെയത്? ഒന്ന് സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഇങ്ങനെ 3 തരത്തിലുണ്ട്. അപ്പോ ഒരു വസ്തു ഒന്നാണെങ്കിൽ ഏകവചനം, ഒന്നിലധികം ഒരുപാടാണെങ്കിൽ അത് ബഹുവചനാണ്. പിന്നെയോ ഈ പറയുന്ന ബഹുവചനം തന്നെ സലിംഗം, അലിംഗം, പൂജകം എന്ന് തിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് 3 ലിംഗം ഉണ്ട് അല്ലേ. സ്ത്രീലിംഗമുണ്ട്, പുല്ലിംഗമുണ്ട്, നപുംസകമുണ്ട്. ഇതില് സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകം ഇത് 3ഉം വ്യത്യസ്തമായിട്ടാണ് വരുന്നതെങ്കിൽ അതെല്ലാം ഉൾപ്പെടുന്നത് സലിംഗത്തിലായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ അച്ഛന്മാർ, അമ്മമാർ, അനിയത്തിമാർ, അല്ലെങ്കിൽ മലകൾ, കുന്നുകൾ, പൂക്കൾ, പുഴകൾ. അപ്പോൾ സ്ത്രീലിംഗമായിട്ടുള്ള അമ്മമാർ വരുന്നുണ്ട്, പെൺകുട്ടികൾ വരുന്നുണ്ട്. ബഹുവചനാണല്ലോ, ബഹുത്വമാണല്ലോ. പിന്നെ പുല്ലിംഗമായിട്ടുള്ള പുരുഷന്മാർ, അച്ഛന്മാർ ഇത് വരുന്നുണ്ട്. പിന്നെ മലകൾ, കുന്നുകൾ, പൂക്കൾ, ലിംഗമില്ലാത്ത ഈ പറയുന്ന ചുറ്റുള്ള ജീവനില്ലാത്ത വസ്തുക്കളും വരുന്നതാണെങ്കിൽ സലിംഗമായിരിക്കും. രണ്ടാമത്തത് അലിംഗം. ആ ലിംഗം എന്ന് പറഞ്ഞ എന്താർത്ഥം? ലിംഗം നിർണയിക്കാൻ പറ്റാത്തത്, സ്ത്രീയാണ് പുരുഷനാണ് എന്ന് നിർണയിക്കാതെ നമ്മൾ പറയുന്നത്. മക്കൾ, കേരളീയർ, ജനങ്ങൾ, കുട്ടികൾ ഇതിലൊന്നും നമ്മൾ സ്ത്രീ വേറെ പുരുഷൻ വേറെ എന്ന് കാണുന്നില്ല. അതലിംഗം. ലാസ്റ്റ് വൺ പൂജക ബഹുവചനം അല്ലെ. നമ്മൾ എപ്പോഴും ഒരാളെ പൂജിക്കുന്നത് ബഹുമാനം തോന്നുമ്പോഴാണ്. അപ്പൊ ബഹുമാനാർത്ഥം ഒരു വ്യക്തിയെ നമ്മൾ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചാൽ പൂജക ബഹുവചനം. നിങ്ങൾ, താങ്കൾ, അവർകൾ, പണിക്കർ, ദ്രോണർ, ഭീഷ്മർ ഇതൊക്കെ വരുന്നത് പൂജകത്തിലായിരിക്കും. അങ്ങനെയെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനം ഏത്? കുട്ടികളാണോ, നമ്പൂതിരിമാരാണോ, അധ്യാപകന്മാരാണോ, ഇവ 3ഉമല്ല എന്നാണോ? ഉത്തരം സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, കുട്ടികളാണ്. അതിനകത്ത് സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. നമ്പൂതിരിമാർ, അതുപോലെ അധ്യാപകന്മാർ ഇത് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നപുംസക ലിംഗത്തിലാണ് എന്നും നമുക്ക് പറയാം. അപ്പൊ പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇത് എന്ന് ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ ശരിയേത്? 10 മാങ്ങകൾ, 8 ദിക്ക്, 5 രൂപകൾ, 1000 സ്ത്രീകൾ. ഇതിലേതാ കറക്റ്റ്? 1 മാത്രമാണെന്ന് പറയുന്നു, 2 മാത്രമാണെന്ന് പറയുന്നു, 2ഉം 4ഉം ആന്ന് പറയുന്നു, 1ഉം 4ഉം ആന്ന് പറയുന്നു. ഇതിലേതാ കറക്റ്റ്? ഇത് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യമാണ്? വാക്യശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ ക്ലാസ്സിനകത്തൊക്കെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് വാക്യശുദ്ധി. PSC പരീക്ഷയ്ക്ക് വാക്യശുദ്ധിയിൽ നിന്നുള്ള ചോദ്യം ഉറപ്പാണല്ലോ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദമേത്, തെറ്റായ പദമേത് എന്ന് ചോദ്യം വരാറുണ്ട്. അപ്പോ ഒരു വാക്യത്തിനകത്ത് എന്തൊക്കെ തെറ്റുകൾ കടന്നു വരുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പദക്രമഭംഗം ഒരു വാക്യത്തിനകത്ത് കർത്താവ്, കർമ്മം, ക്രിയ എന്നും പറഞ്ഞൊരു കൃത്യമായ ഘടനയുണ്ട്. അത് തെറ്റുന്നത് മൂലമുണ്ടാകുന്ന ദോഷമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തതോ പൗനരുക്തി അഥവാ പുനരുക്തി, ഒരേ അർത്ഥം തരുന്ന, ഒരേ ആശയം തരുന്ന പദങ്ങൾ ആവർത്തിച്ച് വരുന്ന ദോഷമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് ഗതിദോഷം, പറ്റി നിന്ന് വച്ച് കൊണ്ട് ഊടെ ആവശ്യമില്ലാതെ വാക്യത്തിൽ കയറി വരുന്ന ദോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമുച്ചയ ദോഷം, 2 പദങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം. അഞ്ചാമത്തത് സംഖ്യാദോഷം.
സംഖ്യാദോഷം. ഈ ഒരു ദോഷത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലെ. അതായത് സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം എപ്പോഴും ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ അതെന്തായിരിക്കണം? ഏകവചനമേ വരാവൂ. സംഖ്യാശബ്ദത്തിന് ശേഷം ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ അവിടെ എപ്പോഴും ഏകവചനം മാത്രമേ വരാവൂ. ബഹുവചനം വന്നാൽ ആ വാക്യം എന്താവും? തെറ്റാവും. 10 കുട്ടികൾ എന്ന് നമുക്ക് പറയാം. എന്നാൽ 10 പേന, 10 പുസ്തകം, 10 മിഠായി ഇങ്ങനെ വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, 10 മാങ്ങകളാണോ? 10 മാങ്ങകൾ എന്ന് പറയോ? ഇല്ല, 10 മാങ്ങ എന്നേ പറയുണ്ടു. ഇനിയോ 8 ദിക്ക്, അവിടെ നിൽക്കട്ടെ, 5 രൂപകൾ അല്ല 5 രൂപ. അപ്പൊ നമ്മള് 1000 സ്ത്രീകൾ എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഉറപ്പായിട്ടും 1000 സ്ത്രീകൾ പറയാല്ലേ. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താ? ജീവനുള്ള വസ്തുവാണ്. അപ്പൊ 1000 സ്ത്രീകൾ, 1000 പുരുഷന്മാർ, 1000 കുട്ടികൾ എന്ന് പറയാം. അതായത് സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം എല്ലായ്പ്പോഴും എന്ത് വേണം? ഏകവചനം വരണം. എങ്ങനെയുള്ള വസ്തുക്കൾക്ക്? ജീവനില്ലാത്ത വസ്തുക്കൾക്ക്. നപുംസകലിംഗത്തിൽപ്പെട്ട വസ്തുക്കളാണെങ്കിൽ ഏകവചനമേ വരാവൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പദശുദ്ധി, വിപരീതം, അതുപോലെ തന്നെ ഒറ്റപദത്തിന്റെ ഒരു ചോദ്യം, പിന്നെ നമ്മള് ഈ പറയുന്ന സന്ധി അല്ലെ, പിരിച്ചെഴുത്തോ എന്നുള്ളൊരു ചോദ്യം. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാക്യശുദ്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചർച്ച ചെയ്തത്. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ തന്നെ നമുക്ക് പഠിക്കാം. പഠനം സൂപ്പറായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. സമയമില്ല എന്ന വിഷമത്തിൽ ആരും പഠിക്കാതിരിക്കണ്ട. സമയം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കല്ലേ, നന്നായിട്ട് അതിന് മാക്സിമം ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെ പഠിക്കാം. അപ്പൊ ഇനിയുള്ള ദിവസം കൃത്യമായ രീതിയിൽ പഠിച്ചെടുക്കാം. ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പഠിച്ചൊക്കെ മറന്നു പോവുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇനി ഒട്ടും സമയം കളയണ്ട. ഞങ്ങൾ ഇവിടെ ഒരു 30 ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളിപ്പോ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. നിങ്ങൾക്ക് മെന്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. സോ സമയമില്ല എന്ന പേരിൽ ആരും വിഷമിച്ചിരിക്കണ്ട. നമ്മുടെ മുമ്പിൽ മനസ്സ് വെച്ചാൽ നമുക്ക് ഇനിയും പഠിച്ച റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താം. അപ്പൊ ഒക്ടോബർ 22 നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ദിവസത്തെ എങ്ങനെയാണ് നമ്മൾ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് ഇതും ഉണ്ടാകണം. അപ്പൊ ഒന്നുകൂടി പറയാണ്, പഠനം തടസ്സപ്പെടുവാണ്, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ വേഗം തന്നെ സിസിൽ ജോയിൻ ചെയ്തോളൂ. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.